പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് വീട്ടുകാരോ ബന്ധുക്കളോ വന്നാൽ പെട്ടി തുറക്കൽ എന്നൊരു ചടങ്ങുണ്ട്. എല്ലാവരും ഒരുപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷം. പെട്ടി തുറക്കുമ്പോൾ കിട്ടുന്ന പെർഫ്യൂമും ഹീറോ പേനയും ഫോറിൻ തുണിയും ചോക്ലേറ്റ്സും കാസിയോ വാച്ചുമൊക്കെ കണ്ട് നമ്മൾ അതിശയത്തോടെ നോക്കിയിരിക്കും. പുത്തൻ കാഴ്ചകളുടെയും മണങ്ങളുടെയും സമ്മേളനം. ഇതുപോലൊരു പെട്ടി തുറക്കൽ ഇപ്പോഴുമുണ്ട്. അൺബോക്സിങ്, അതും സോഷ്യൽ മീഡിയയിൽ. ഒരാളൊരു പുതിയ ഫോണിൻ്റെ ബോക്സ് തുറക്കുന്നു, മറ്റൊരാൾ പുതിയ പെർഫ്യൂം പാക്ക് തുറക്കുന്നു, വേറൊരാൾ പുതിയ ക്യാമറ അൺബോക്സ് ചെയ്യുന്നു. നമ്മളിതെല്ലാം വളരെ ക്ഷമയോടെ ഇരുന്ന് കാണുന്നു. എന്തുകൊണ്ടാണ് യൂട്യൂബിലെ ഈ അൺബോക്സിങ് വീഡിയോകൾക്ക് ഇത്രയ്ക്ക് വ്യൂവേഴ്സ് ഉള്ളത്? സത്യത്തിൽ അതത്ര നിഷ്കളങ്കമായ ഒരു വീഡിയോ അല്ല. ലോകത്തിലെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാണ്. ശരിക്കും അതൊരു പരസ്യമാണോ? പരസ്യങ്ങളുടെ നിർവചനം വെച്ച് അളവെടുത്താൽ അതൊരു പരസ്യമേ അല്ല. നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരൻ അയാൾ വാങ്ങിയ ഒരു പ്രൊഡക്റ്റിൻ്റെ ബോക്സ് തുറക്കുന്നു. അയാളൊരു സിനിമാ നടനോ സീരിയൽ താരമോ ഇൻഫ്ലുവൻസറോ അല്ല. ഒരു സാധാരണ മനുഷ്യൻ സന്തോഷവും ആകാംക്ഷയും പങ്കുവയ്ക്കുന്നു. അയാൾ ആത്മാർത്ഥമായ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പ്രതീക്ഷയും നിരാശയും എല്ലാം നമ്മളോട് പങ്കുവയ്ക്കുന്നു. യഥാർത്ഥത്തിൽ ബ്രാൻഡുകൾക്ക് കോടികൾ മുടക്കാതെ കിട്ടുന്ന ഫ്രീ പ്രൊമോഷനാണിത്. പെട്ടി തുറക്കുന്നത് ആ യൂട്യൂബറാണെങ്കിലും ആ ആകാംക്ഷ അനുഭവിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ആ പ്രൊഡക്റ്റ് നമ്മളും ആഗ്രഹിച്ചതാണ്. അത് കയ്യിൽ കിട്ടിയപ്പോൾ ആ യൂട്യൂബർക്കുണ്ടായ സന്തോഷം നമ്മുടെ സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അടുത്തൊരു അവസരം വരുമ്പോൾ ആ പ്രൊഡക്റ്റും സന്തോഷവും നമ്മൾ തീർച്ചയായും കൈക്കലാക്കും എന്നുള്ള വലിയ തീരുമാനം നമ്മളെ കൊണ്ട് എടുപ്പിക്കാൻ അൺബോക്സിംഗ് പരിപാടിക്ക് കഴിയുന്നത്.